നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ടാലിയിലെ ഓവർഡ്രാഫ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്ക് ഓവർഡ്രാഫ്റ്റ് എന്താന്നുള്ളത് പറയാം. ഒരാൾക്ക് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ എമൗണ്ട് പിൻവലിക്കാന് ബാങ്കുകൾ നൽകുന്ന അവസരമാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയ കാലയളവിനുള്ളില് തിരിച്ചടയ്ക്കാമെന്ന നിബന്ധനയോടുകൂടി ബാങ്ക് കൊടുക്കുന്ന അധിക എമൗണ്ടുകളെയാണ് നമ്മൾ ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ പിൻവലിക്കുന്ന തുക ആദ്യം 50,000 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോ 1,00,000 ഒക്കെ ആയിട്ട് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അടവ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ അത് തിരിച്ചടയ്ക്കുന്നത്. ആഴ്ചയിലാണ് നമുക്ക് പിൻവലിക്കാനുള്ള അവസരം, ആഴ്ചയിലാണ്. ഒരു 12 മാസത്തിനുള്ളിൽ നമ്മൾ പലിശയോടുകൂടി ഈ എമൗണ്ട് തിരിച്ചടച്ചിരിക്കണം. ഇത് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്, ഓവർഡ്രാഫ്റ്റ് ഹോൾഡേഴ്സ്, അക്കൗണ്ട് ഹോൾഡേഴ്സ്, ഇവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു സൗകര്യം ബാങ്ക് നൽകുന്നത്. ഇനി ഇത് 12 മാസത്തിനുള്ളിൽ പലിശ സഹിതം തിരിച്ചടയ്ക്കണം എന്നും പറയുന്നുണ്ട്. അപ്പൊ കൂടുതൽ ആളുകളും നമ്മളിപ്പോ ഒരു കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ട് അങ്ങനെയുള്ളതിലൊക്കെ ആവും കൂടുതൽ നമ്മൾ ഇത് കണ്ടിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഒരു ബാങ്കില് ഒരു അക്കൗണ്ട് ഉണ്ട്, ഒരു സാധാ അക്കൗണ്ടും ഉണ്ട്, ഒരു OD അക്കൗണ്ടും ഉണ്ട്. അപ്പം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത് മുഴുവൻ, ബിസിനസിന്റെ ട്രാൻസാക്ഷൻ നടത്തുന്നത് മുഴുവൻ OD അക്കൗണ്ടിലാണെന്ന് കരുതുക. അങ്ങനെ വരുമ്പോ ഇപ്പോ നമ്മൾക്ക് ഒരു 1,00,000 രൂപയുടെ അല്ലെങ്കിൽ ഒരു 50,000 രൂപയുടെ ചെക്ക് നമ്മൾ ഒരു പാർട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ അത്രയും കാശ് വരുന്നില്ല. ചിലപ്പോ ഒരു 25 രൂപയെ വരുന്നുണ്ടാവുള്ളൂ, 25,000 രൂപയെ വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവര് കളക്ഷന് വരുമ്പോ അത് 50,000 ആയിട്ട് കളക്ഷൻ ആയിട്ട് പോവാൻ വേണം. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം കിട്ടുന്നത്. അതാവുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 25 ഉള്ളൂ എങ്കിലും ബാക്കി 25 കൂടെ ബാങ്ക് 50 ആക്കിയിട്ടാണ് ആ പാർട്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് മൈനസ് ബാലൻസ് ഇല്ലാതെ പോവാൻ പറ്റും, വേറെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് പോവാൻ പറ്റും. അപ്പൊ നമ്മളൊരു 12 മാസത്തിന്റെ ഉള്ളിൽ പലിശ അടക്കാതെ തിരിച്ചടച്ചാലും മതി. അപ്പൊ അങ്ങനെയുള്ള ബാലൻസിങ് നമുക്ക് ഈ ഒരു ഓവർഡ്രാഫ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഇതാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഒരാൾക്ക് ബാങ്ക് പിന്നെ ചെറിയ ഒരു കാലയളവിനുള്ളിൽ തിരിച്ചടയ്ക്കാം എന്ന നിബന്ധനയോട് കൂടി കൊടുക്കുന്ന ഒരു ലോണ് പോലെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ ബാങ്ക് OD എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ എൻട്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ബാങ്കിന്റെ ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ അക്കൗണ്ട് ഇൻഫോ എടുക്കുക. അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നിട്ട് നമ്മൾ ലെഡ്ജേഴ്സ് എടുക്കുക. ലെഡ്ജേഴ്സ് എടുത്തിട്ട് ക്രിയേറ്റ് എടുക്കുന്നു. സാധാരണ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ അണ്ടർ ബാങ്ക് അക്കൗണ്ട് എന്ന് തന്നെയാണ് നമ്മൾ എൻട്രി ചെയ്യാറ്. ഇത് സാധാ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ എൻട്രിയാണ്, നമ്മൾ ലെഡ്ജർ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഒരു ബാങ്കിന്റെ HDFCന്റെ OD അക്കൗണ്ട് ആണ്, ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട് ആണ്. അപ്പൊ നമ്മൾ HDFC OD അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അണ്ടർ വന്നിരിക്കുന്നത് ബാങ്ക് OD അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് OCC അക്കൗണ്ട്, ഇതിലേതെങ്കിലും ഒന്നാണ്. കൂടുതലും നമ്മൾ ബാങ്ക് OD അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതിൽ ബാങ്ക് OD അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ഇനി ഇതിനെ സേവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തത് ഓവർഡ്രാഫ്റ്റിന്റെ പേരിൽ നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. OD അക്കൗണ്ടിന്റെ പേരിൽ നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് OD അക്കൗണ്ട് ആയിട്ട് നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ OD അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നത്, ജേർണൽ എൻട്രി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ അക്കൗണ്ടിങ് വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്യണം. അക്കൗണ്ടിങ് വൗച്ചർ എടുത്തതിന് ശേഷം ഇപ്പൊ നമുക്ക് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുന്നത് OD അക്കൗണ്ടിൽ നിന്ന്. അപ്പം ക്രെഡിറ്റ് ചെയ്യണത് നമ്മൾ ബാങ്ക് OD അക്കൗണ്ടിനെയും
ഡെബിറ്റ് ചെയ്യുന്നത് ക്യാഷിനെയാണ്. അപ്പം ആദ്യം നമ്മൾ HDFC OD അക്കൗണ്ട് എന്നുള്ളത് എടുത്തു. അതിനുശേഷം എമൗണ്ട് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക, എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം ക്യാഷ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു HDFC OD അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതിനെ എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം. ഇനി നമ്മൾ ഒരു പേയ്മെന്റോ മറ്റോ ചെയ്യുന്ന സമയത്ത് ഈ OD അക്കൗണ്ട് വെച്ചിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ പേയ്മെന്റ് വൗച്ചർ എടുക്കുക. ഇപ്പൊ ഒരു വേജ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വേജ് ക്രിയേറ്റ് ചെയ്യണം. വേജ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ്, അതിനുശേഷം നമ്മളിവിടെ എമൗണ്ട് എത്രയാണോ അത് കൊടുക്കുക. ഇനി ക്രെഡിറ്റ് ചെയ്യണത് നമ്മൾ ഈ OD അക്കൗണ്ടിനെയാണ്. അപ്പോൾ HDFC OD അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പൊ ഇതുപോലെയാണ് പേയ്മെന്റ് നമ്മൾ ചെയ്യണത്. ഇനി ഇതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ കേസ് നമ്മൾ ചെയ്യാറുണ്ട്, ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ അണ്ടർ കൊടുക്കേണ്ടത് OD അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ എൻട്രി ചെയ്യുമ്പോൾ അതിന്റെ അണ്ടർ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഓവർഡ്രാഫ്റ്റിന്റെ ട്രാൻസാക്ഷൻ വരുന്നത്. ജേണൽ എൻട്രി ചെറുതായിട്ടേ വരുന്നുള്ളൂ, ജസ്റ്റ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു OD അക്കൗണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പേയ്മെന്റ് നമ്മൾ OD അക്കൗണ്ട് വഴിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പേയ്മെന്റിൽ നമ്മൾ എക്സ്പെൻസിന്റെ പേര് അക്കൗണ്ട് ഡെബിറ്റഡ് ടു OD അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ OD അക്കൗണ്ടിന് പലിശ നിരക്ക് വരുന്നത് പല ബാങ്കുകളും പല നിരക്കിലാണ് പലിശ ഈടാക്കുന്നത്. അത് നമ്മൾ ഇനിയിപ്പോ അഥവാ 12 മാസത്തിനുള്ളിൽ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അവര് നിയമപരമായ നടപടികൾ സ്വീകരിക്കാനോ അവർക്ക് അവകാശമുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ 12 മാസത്തിനുള്ളിൽ തന്നെ അടച്ചടച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ബാങ്ക് ഓവർഡ്രാഫ്റ്റിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.